അരി കുതിർക്കണ്ട, അരക്കണ്ട, എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കറിയൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിന്നെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് അവലാണ് കേട്ടോ എടുക്കുന്നത്. ബ്രൗൺ അവലോ വെള്ള അവലോ ഏതായാലും കുഴപ്പമില്ല. 1 കപ്പാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. അതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർക്കുമ്പം അധികം പുളിയില്ലാതെ തൈര് ചേർക്കണേ. പുളിയുള്ളതാണെങ്കിൽ ദോശയ്ക്ക് ഒരു പുളിപ്പായിരിക്കും. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് നുറുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കൊത്തി നുറുക്കിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവും. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, അതും അരിഞ്ഞതാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നത്. ഈ കുറച്ച് തക്കാളി, വളരെ കുറച്ച് മതി, ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം മതി, അതും ചെറുതായിട്ട് നുറുക്കിയതാണ്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിടുന്നത് ക്യാരറ്റാണ്. ഒരു 1/4 കപ്പൊക്കെ കാണും. അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ, കഷ്ണങ്ങളാക്കി ഇടരുത്. ഇനി നമുക്ക് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇടുന്നത് ബ്രോക്കോളിയാണ്. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇടുന്നേ ഉള്ളൂ. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ കോളിഫ്ലവർ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് കോണുണ്ട്, അത് ഇടുന്നുണ്ട്. കോണൊന്നും ഇടണമെന്നില്ല കേട്ടോ, ഇഷ്ടമുള്ള വെജിറ്റബിൾസ്. ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ ഒന്ന് മാറി വരും. ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ഇട്ട് കൊടുക്കാം. എല്ലാം കുറേശ്ശെ മതി, ഒരുപാടൊന്നും വേണ്ട. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് ചതച്ചതില്ലേ അത്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ്. ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇടാതെ തന്നെ ഉണ്ടാക്കാം. ഇട്ടാൽ വേറൊരു ഫ്ലേവർ കിട്ടും. ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇട്ടത് ഈ ഒരു ചാട്ട് മസാല. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൂടും. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മതി. നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ബാറ്ററിന്. കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുമുണ്ട്. ഇത് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് മാവങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ആക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ആക്കിയിട്ടില്ല, ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാറ്ററിലിട്ട പീസസ് ഉണ്ടല്ലോ, വെജിറ്റബിൾസ്, അതെല്ലാം കുറേശ്ശെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. എല്ലാം മൊത്തത്തിൽ ഞാൻ അതിലിട്ടില്ലായിരുന്നു, കുറച്ച് മാറ്റി വെച്ചിരുന്നു. തക്കാളി ഇട്ടിട്ടുണ്ട്. കുറച്ച് ബ്രോക്കോളിയും പച്ചമുളകും എന്താണ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരുപാട് തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട, മീഡിയം ഫ്ലെയിം മതി. അതുകൊണ്ട് അരിക്കൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ എടുക്കാം. സൈഡിൽ കൂടെ ഇങ്ങനെ എണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും ആ അരികൊക്കെ നല്ല മുരിഞ്ഞ് വരും കേട്ടോ, നല്ല ടേസ്റ്റാണ് നമുക്കത് കഴിക്കാനായിട്ട്. ആ സൈഡും ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. തിരിച്ചിട്ടിട്ടിങ്ങ് എടുക്കാൻ. അപ്പോൾ അതേ സമയത്ത് തന്നെ വേറൊരു പാനിൽ ഞാൻ അടുത്തത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആയിട്ടുണ്ട്. അത് നമുക്കിങ്ങ് എടുക്കാം. 3ാമത്തതും ആയിട്ടുണ്ട്. നല്ല ഭംഗിയായി ഇത് കാണാനായിട്ട്. കാണുമ്പോൾ ഒരു പിസ്സയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. കുട്ടികളെയൊക്കെ പറ്റിക്കാം, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ 3 ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ദോശയാണ്. അരിയൊക്കെ നല്ല മുരിഞ്ഞിരിക്കുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഹെൽത്തിയും കൂടി അല്ലേ. ശരിക്കും ഇത് ചൂടോട് കഴിക്കാനും കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. കാരണം അരിക്കൊക്കെ ഇങ്ങനെ മുരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെ കൂട്ടി കഴിക്കാം, മയണൈസിൻ്റെ കൂടെയോ സോസിൻ്റെ കൂടെയോ കൂട്ടി കഴിക്കാം. പിന്നെ നമ്മൾ ചിക്കൂസ് ഡൈനിൽ ഇട്ടിട്ടുള്ള തക്കാളി ചുട്ടരച്ച ചമ്മന്തിയില്ലേ, അതും നല്ലൊരു കോമ്പിനേഷനാണ്. കാണാത്തവരുണ്ടെങ്കിൽ ചിക്കൂസ് ഡൈൻ ടൊമാറ്റോ ചട്നി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.